മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞാൽ അറിയില്ലെങ്കിലും ഒന്ന് രൂപം മാറ്റിയിട്ട് മിസ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിസ എന്ന് പറയുന്ന നാടകത്തെയാണ് നമുക്ക് പരിചയം. പക്ഷേ ആ നാടകം എങ്ങനെ ഉണ്ടായി എന്നും എന്തിനുണ്ടായി എന്നും എന്നതിനെ പറ്റിയുള്ള ചരിത്രം പലർക്കും അറിയില്ല. ഈ ചരിത്രം അറിയില്ലാത്തതുകൊണ്ടാണ് നാടകത്തിലൊരു സീൻ എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ അശ്ലീലതയെപ്പറ്റി ലൈംഗികതയെപ്പറ്റിയൊക്കെ വാചാലമായി സംസാരിക്കുന്നത്. 1970-കളിൽ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥാ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തങ്ങളെ ഏതെങ്കിലും വിധത്തിൽ എതിർക്കുന്ന ആളുകളെ തടങ്കലിൽ വെക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് വളരെ വ്യാപകമായി ഉപയോഗിച്ച ഒരു കരി നിയമത്തിൻ്റെ പേരാണ് മിസ. 1977 ഇത് പിൻവലിക്കപ്പെട്ടു. അപ്പോൾ അടിയന്തരാവസ്ഥാ കാലത്ത് ഉണ്ടായ ഭരണകൂട ദുർനടപടികൾക്കെതിരെ, ഭരണകൂട പീഡനങ്ങൾക്കെതിരായി അന്ന് സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ്, ഒരു നാടക പ്രവർത്തക, പല മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ, സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ആളെ ഇത്തരത്തിലുള്ള ഈ മിസ നിയമപ്രകാരം തടങ്കലിൽ വെക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. ആ സ്നേഹലത റെഡ്ഡിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഉള്ളൊരു നാടകമാണ് ഡിവൈഎഫ്ഐയുടെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട മിസ എന്ന് പറയുന്ന നാടകം. ആ മിസ എന്ന് പറയുന്ന നാടകത്തിൽ ഒരു സീനിൽ അതിൽ അഭിനയിക്കുന്ന അഭിനേത്രി മേൽവസ്ത്രവും അടിവസ്ത്രവും അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് വയറും കാണാം, തുടയുടെ കുറച്ച് ഭാഗവും കാണിച്ചുകൊണ്ടുള്ള ഒരു സീനുണ്ട്. ആ സീൻ എടുത്തിട്ട് നമ്മുടെ നാട്ടിലെ സദാചാരവാദികൾ അയ്യോ നമ്മുടെ നാടിൻ്റെ സംസ്കാരം തൊലഞ്ഞുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ അശ്ലീലതയെപ്പറ്റിയും അതിൻ്റെ ലൈംഗികതയെപ്പറ്റിയും വാചാലം സംസാരിക്കുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നും ഇല്ലാതെ പോകുന്നൊരു കാര്യം ചരിത്രബോധമാണ്. നാടകം എന്താണെന്നും ആരാണ് സ്നേഹലത റെഡ്ഡി എന്നും ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ എന്താണെന്നും മിസ എന്ന് പറയുന്ന കരി നിയമത്തിലൂടെ എത്ര പേർക്ക് ഇത്തരത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നും യാതൊരു വിധത്തിലുള്ള അറിവുമില്ലാത്ത മനുഷ്യരാണ് ആ നാടകത്തിലൊരു സീൻ എടുത്തിട്ട് വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്തിട്ട് ഇത്തരത്തിൽ വൃത്തികേടുകൾ കാണിക്കുന്നത്. അതായത് അക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ ഇന്ദിരാഗാന്ധിയോട് മാപ്പ് അപേക്ഷിച്ചാൽ ഇതിൽ നിന്നും പിൻവാങ്ങാം, ഇതിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കോൺഗ്രസിൻ്റെ തന്നെ MLA ഒക്കെ അറിയിച്ചിട്ടും അതൊന്നും ചെയ്യാതെ, മാപ്പ് അപേക്ഷിക്കാതെ, മാപ്പ് എഴുതാതെ ശക്തമായി പോരാടിയ ആളുടെ പേരാണ് സ്നേഹലത റെഡ്ഡി. ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. പഠിച്ച ശേഷം മാത്രം നമ്മൾക്കറിയാൻ മേലാത്തതിനെപ്പറ്റി, നമ്മൾക്ക് യാതൊരു ബോധ്യമില്ലാത്തതിനെപ്പറ്റി അശ്ലീലമെന്നും ലൈംഗികതയും ഒക്കെ വിളിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. പഠിക്കില്ല എന്നറിയാം, എങ്കിൽ പോലും പറയുകയാണ് മിസ എന്ന നിയമം ഭരണകൂട ഭീകരതയെപ്പറ്റിയുള്ള ഒരു ചരിത്രബോധമുണ്ടാക്കുന്ന നാടകമാണ്. ആ നാടകം 2026 വളരെ പ്രസക്തമാണ് എന്നുകൂടി പറയട്ടെ. പറ്റിയാൽ നാടകം കാണണം.